ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൊത്തത്തിൽ വേണ്ട സാധനങ്ങൾ. അത് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര അളവിൽ വേണം എങ്ങനെയൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ആദ്യം നമുക്ക് ചോറ് റെഡിയാക്കാം. അതിനായിട്ട് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ അരി ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജീരകശാല അരി തന്നെ വേണം. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ജീരകശാല അരി മസ്റ്റാണ്. ബസുമതി റൈസിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരു പാൻ എടുത്തതിന് ശേഷം നമുക്കൊരു വലിയ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് മസാലക്കൂട്ട് എല്ലാം നമുക്കിടാം. അതിൽ പട്ട വരുന്നുണ്ട്, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ റൈസൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബേ ലീവ്സ്. അതും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരി വെന്ത് കിട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കനം കുറച്ച് അരിഞ്ഞ ഉള്ളി, സവാള നമുക്കിട്ടത് ഇതുപോലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാകുന്നത് വരെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇതുപോലൊന്ന് വറുത്തെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ഉള്ളിയും ഒരുമിച്ചിടാതെ ഇതുപോലെ പാർട്ടായിട്ട് വറുത്തെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ കറക്റ്റ് രീതിയിൽ കരിയാതെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഒരുപാട് ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും, പിന്നെ ഇതിനെ നമ്മൾ ബിസ്ത എന്നാണ് പറയുന്നത്. ഈ ബിസ്തയാണ് കറക്റ്റ് ടേസ്റ്റ് അതിന് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ ഒരു മെയിൻ ഫ്ലേവർ തന്നെ ഇത് എത്രത്തോളം കൂടുതൽ ആഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതേ എണ്ണയിൽ തന്നെ, അതേ എണ്ണയിലും തന്നെ ഞാൻ ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ട്സും ഇതുപോലൊന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അരപ്പിൻ്റെ കാര്യങ്ങളാണ്. ഇഞ്ചി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്, പച്ചമുളക്, പിന്നെ നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പുതിനയും മല്ലി ഞാൻ അരച്ചെടുത്ത് ചേർക്കുന്നത് കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ. പിന്നെ കാഷ്യൂ നട്ട്സ് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു കുക്കറിലാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. നല്ല അടികട്ടിയുള്ള കുക്കറാണ്. വേറൊരു പാത്രമായിരുന്നാലും കുഴപ്പമില്ല. അതിലേക്ക് നെയ്യും എണ്ണയും ആഡ് ചെയ്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ആ ഒരു പുതിന, മല്ലിയില, ആ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നിൽ പൊടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കടയിൽ കിട്ടും. ഞാനത് റെഡിമെയ്ഡ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പം ആ ബിരിയാണി മസാല ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ദം ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബിസ്ത, ഈ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന സംഭവം ഇതേ കണക്കിന് ഇതേ പിടി ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതും കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിത് ഞാൻ 2 തക്കാളി ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി അതുകൊണ്ടാണ് 2 ചെറുതാണെങ്കിൽ 3 എടുക്കണം കേട്ടോ. പിന്നെ ഇത് ഗരം മസാലയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പിഞ്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ പെരുംജീരകം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു രുചിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ വെറുതെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ, കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് പച്ച ചിക്കൻ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. അത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിക്കനിൽ നല്ല രീതിയിൽ ആ മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ ചോറുണ്ടാക്കുമ്പോൾ ഉപ്പിടുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അതിലും മസാലയിലൊക്കെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ബിരിയാണിയിൽ കുറച്ച് ഉപ്പിടുന്ന സമയത്ത് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഇടുന്നതാണ് നല്ലത് നമ്മുടെ ചോറിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഈ മസാലയിലേക്ക് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പുളി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് 2 മിനിറ്റ്സിന് ശേഷം നമുക്ക് കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി മസാലയുടെ കളർ. നല്ല ഓവർ റെഡിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ദം ഇടാം കേട്ടോ. നമുക്കൊരു കിട്ടിയ കൺസിസ്റ്റൻസിയിൽ ഒരു സെമി ഗ്രേവി ടൈപ്പ് ആകുന്ന സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നാൽ ദം ഇടുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ.
ബിരിയാണി ദം ചെയ്യാൻ പറ്റിയ നല്ലൊരു കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ആദ്യം തന്നെ ഈ മസാല ചേർത്ത് കൊടുക്കാം. മസാല ഇതുപോലെ വരണം കേട്ടോ, എന്നാലേ നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടത്തുള്ളൂ, കുറച്ച് ജ്യൂസി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഉള്ളൊരു മസാല ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഈ ഒരു കളർ വരുന്നത്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ പുറത്തൂടെ മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് നല്ല കുറച്ച് കട്ടിക്ക് റൈസ് ഇട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി വണ്ടിപ്പരിപ്പുമാണ്. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഞാൻ പുതിനയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൽ മഞ്ഞ കലർത്തി ഒരു കളർ കിട്ടാനാട്ടോ മഞ്ഞപ്പൊടി കലർത്തിയിട്ട് അത് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇങ്ങനെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വറുത്ത ഉള്ളി, ഈ രീതിയിലാണ് നമുക്ക് ലെയർ ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും ഞാൻ അതിന് പുറത്ത് ചോറിട്ട് കൊടുക്കുകയാണ്, റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് നല്ല പരത്തി വെച്ച് നല്ല അമർത്തി വെച്ചതിന് ശേഷം ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ പാല്, നെയ്യാണ് നമ്മൾ ടോപ്പിൽ കൊടുക്കേണ്ടത്. നല്ല ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിൽ മഞ്ഞപ്പൊടി കലർത്തി വെച്ചിരിക്കുന്നത്, മല്ലിയില, പുതിനയില, ഉള്ളി വറുത്തത്, കാഷ്യൂനട്ടും മുന്തിരിയും വറുത്ത് വെച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ ഞാൻ ടോപ്പിങ്ങിലായിട്ട് പൈനാപ്പിളും കൂടെ, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിളും കൂടെ കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ആ ലിഡ് ക്ലോസ് ചെയ്ത് ഞാനൊരു ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ ഒരു പാത്രം വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സംഭവമാണ്, ഈ ചതയ്ക്കുന്ന ഈ സംഭവമാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടൊരു 12 to 15 മിനിറ്റ്സ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമേ വെക്കാവൂ, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മണമാണ്. അപ്പം നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കറക്റ്റായിരിക്കണം കേട്ടോ, കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ എന്നാലും മസാലയിലും എല്ലാത്തിലും ഉപ്പ് വരുന്നത് കൊണ്ട് തന്നെ കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈസ് ഒന്നെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സൈഡാക്കിയതിന് ശേഷം ഈ റൈസ് വയ്ക്കാം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയല്ലേ നമുക്ക് വിളമ്പി തരുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് രീതിയിൽ മസാല സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ അരിക്ക് ചെറിയൊരു ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അരിയുടെ കാര്യത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ബാക്കിയെല്ലാം പക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല ഹൈ ക്വാളിറ്റി അരി വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്യാണ ബിരിയാണി പോലെ ഞാൻ ഗ്യാരണ്ടി തരാണ്, അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം റൈസ് പിന്നെ മസാല, ഈ രീതിയിലാണല്ലോ നമ്മുടെ മലബാർ ബിരിയാണി എല്ലാവർക്കും വിളമ്പുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ സലാഡും ഡേറ്റ്സ് പിക്കിളും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അച്ചാറും പപ്പടവും കട്ട് ഫ്രൂട്ട്സും പൈനാപ്പിളാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഫുഡ് കഴിക്കാം, വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.